2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് STPY ബോയ്സ് സ്കൂളിൽ ദീപശിഖ തെളിയിച്ചു. 33ാമത് ഒളിമ്പിക്സ് ലോക കായികോത്സവത്തിന്റെ ദീപശിഖ തെളിഞ്ഞതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച ഒളിമ്പിക്സിന്റെ പ്രാധാന്യവും മഹത്വവും വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനായി STPY ബോയ്സ് സ്കൂളിൽ പ്രധാനാധ്യാപിക KSR ശ്രീദേവി ടീച്ചർ സ്കൂൾ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിക്കുകയും കായിക അധ്യാപകൻ VP നിതിൻ ഒളിമ്പിക്സ് സന്ദേശം നൽകുകയും ചെയ്തു. ഇന്നലെ ഇന്ത്യൻ സമയം 11 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള രീതിയിലാണ് ഇനി മുതൽ സ്കൂൾ കായികമേളയും നടക്കുക. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത്. നവംബർ മാസത്തിലാണ്. അതിനെല്ലാം കൂടി മുന്നോടിയായിട്ടാണ് സ്കൂളുകളിൽ നിന്ന് പ്രത്യേക അസംബ്ലിയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിക്കണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശം കിട്ടിയത്. പള്ളുരുത്തി വില്ലേജ് ഓഫീസിന് മുന്നിൽ ഡിവിഷൻ കൗൺസിലർ CC സുധീർ ഫ്ളാഗ് ഓഫ് ചെയ്ത ദീപശിഖ പ്രയാണം പ്രധാന റോഡിലൂടെ STPY ബോയ്സ് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നു. സ്കൂൾ അങ്കണത്തിൽ ഒളിമ്പിക്സ് വളയങ്ങളിൽ നിറങ്ങളിലുള്ള ടീഷർട്ടുകൾ ധരിച്ച് വിദ്യാർത്ഥികൾ ഒളിമ്പിക്സ് ചിഹ്നമായ പഞ്ചവർണ്ണ വളയങ്ങൾ തീർത്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തു. സീനിയർ അധ്യാപിക TV ഷാരിമോൾ സമാപന ചടങ്ങിന് നന്ദി പറഞ്ഞു. പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് ഈ വർഷം എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള ദീപശിഖ പ്രയാണം കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.